പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, അല്ലിമൂ ലഹായാകും ഫഇന്നഹാ അലാ സിറാത്തി മതായാകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ബലിമൃഗത്തെ നിങ്ങൾ ബഹുമാനിക്കണേ, ഉൽഹിയ തറക്കുന്ന മൃഗത്തെ ബഹുമാനിക്കണേ, ആദരിക്കണേ. ഫഇന്നഹാ അലാ സിറാത്തി മതായാകും. നാളെ സിറാത്തുൽ മുസ്തഖീമിലൂടെ കടന്നു പോകാനുള്ള വാഹനമാണ് ബലിമൃഗമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറയുകയാണ്, മൻ ഖറജ മിൻ ബൈതിഹി ലിശറാഇൽ ഉദ്ഹിയ ഗഫറല്ലാഹു ദുനൂബഹു. വീട്ടിൽ നിന്ന് പരിശുദ്ധമായ ഉദ്ഹിയത്തിന്റെ ബലിമൃഗത്തെ വാങ്ങാൻ വേണ്ടി ഏതൊരു വ്യക്തി പുറപ്പെട്ടോ, ഗഫറല്ലാഹു ദുനൂബഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപം പുറത്തു കൊടുക്കുമേ. വമഹാ അൻഹു അശറു സയ്യിആത്ത്, അവന്റെ 10 പാപങ്ങൾ അല്ലാഹു മായിച്ചു കളയുമേ. വദറഫഅലഹു അശറു ദറജാത്ത്, 10 പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കൊടുക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 10 പദവി ഉയർത്തും, 10 തിന്മകളെ മായ്ക്കും, കൂടാതെ പാപങ്ങൾ പുറത്തു കൊടുക്കും. എന്താ സംഭവം ഇവ ചെയ്തത്? ബലിമൃഗത്തെ വാങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്നും കൂടെ ഇറങ്ങിയതാ. ശ്രദ്ധിക്കണം. അലി റളിയല്ലാഹു അൻഹു പറയാൻ, ആരാ അലി റളിയല്ലാഹു അൻഹു? അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ സദഖ റസൂലുള്ളാഹി. ഞാൻ വിജ്ഞാനത്തിന്റെ പൂങ്കാവാണെങ്കിൽ അതിലേക്കുള്ള കവാടമാണ് അലി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വിജ്ഞാന കുതികളായ മുതഅല്ലിമീങ്ങളെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ആ അലി റളിയല്ലാഹു തആല അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്, മൻ ഖറജ മിൻ ബൈതിഹി ലിശ്റാഇൽ ഉദ്ഹിയ, ഉദ്ഹിയത്തിന്റെ ബലിമൃഗത്തെ വാങ്ങാൻ വേണ്ടി പുറപ്പെട്ടതേയുള്ളൂ. പുറപ്പെടുന്ന സഹോദരാ, സഹോദരാ, നിനക്ക് കിട്ടുന്ന കൂലി അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. 10 ദറജയെ അല്ലാഹു നിനക്ക് ഉയർത്തി തരുകയാണ്. വമൻ തകല്ലമ ലിശ്റാഇൽ ഉദ്ഹിയ, ഉദ്ഹിയത്തിന്റെ ബലിമൃഗത്തെ വാങ്ങാൻ വേണ്ടി ആരെങ്കിലും കമ്പോളത്തിലെത്തിയിട്ട് അതിന്റെ വിഷയങ്ങൾ സംസാരിച്ചാൽ കാന കലാമുഹു തസ്ബീഹ, അവന്റെ സംസാരം പോലും സുബ്ഹാനല്ലാഹയുടെ ഗണത്തിലേക്ക് രേഖപ്പെടുത്തുമേ, അൽഹംദുലില്ലാഹയുടെ രേഖത്തിലേക്ക് രേഖപ്പെടുത്തുമേ. അഥവാ തസ്ബീഹിന്റെ ഗണത്തിലാണ് നിന്റെ വർത്തമാനത്തെ രേഖപ്പെടുത്തുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്താ സുബ്ഹാനല്ലാഹ്? വമാ സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുയായികൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലം എന്താണ് നബിയേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തംലൗ ബൈനസ് സമാവാതി വൽ അർളി, 7 ആകാശങ്ങൾക്കും 7 ഭൂമികളും നിറക്കുന്നതാണ് ഒരു സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ് പറഞ്ഞേ, ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഇതാണ് ഉറക്കെ പറയാ, ഉറക്കെ പറഞ്ഞേ. ഈ ഒരൊറ്റ സുബ്ഹാനല്ലാഹ് എന്താണ്? 7 ആകാശത്തിന്റെ തട്ട് മുതൽ 7 ഭൂമി വരെ അടിത്തട്ട് വരെ നിറയ്ക്കുന്നതാണ് ഒരു സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലം. സയ്യിദുനാ റസൂലുള്ളാഹി. ഈ രീതിയിലുള്ള സുബ്ഹാനല്ലാഹയുടെ ഗണത്തിലാണ് നമ്മൾ അവിടെ പോയി ഉദ്ഹിയത്തിന്റെ ബലിമൃഗത്തെ വാങ്ങുമ്പോ കിട്ടുന്നത്. ഈ സുബ്ഹാനല്ലാഹയുടെ വലിപ്പത്തിൽ ഒരക്ഷരം നമ്മൾ ഉച്ചരിക്കുമ്പോ ഒരു സുബ്ഹാനല്ലാഹ് എണ്ണപ്പെട് ഇങ്ങനെ ഇങ്ങനെ. ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ അതിന്റെ പിറകെ നിൽക്കുന്നത് മുഴുവൻ കൂലി, മുഴുവൻ കൂലി, മുഴുവൻ കൂലി. അതിനെ കൊണ്ടുവന്ന് അറുത്തു. അതിനെ കൊണ്ടുവരുമ്പോ അത് ബഹുമാനിക്കണം എന്ന് പറഞ്ഞ അല്ലിമൂ ലഹായാകും ഫഇന്നഹാ അലാ സിറാത്തി മതായാകും. നിങ്ങളുടെ ബലിമൃഗത്തെ നിങ്ങൾ ബഹുമാനിക്കണേ, അഥവാ മുന്തിരമുള്ളതിനെ നോക്കണേ, നോക്കണേ, നല്ലതുപോലെ നോക്കണേ, അതിനെ ആദരിക്കണേ, ബഹുമാനിക്കണേ. അതിനെ നല്ലതുപോലെ നോക്കണം.
ബലിമൃഗത്തെ കൊണ്ടുവന്ന് നോക്കണം, ഒരു 10 ദിവസമെങ്കിലും അതൊരു മേച്ചു നടക്കണം കുറത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തെ അറുത്തിട്ട് അതിന്റെ രക്തം ഈ ഭൂമിയിലേക്ക് ചൊരിച്ചാൽ ഖലഖല്ലാഹു ബികുല്ലി ഖതറത്തിൻ മിൻ ദമിഹാ അശറതൻ മിനൽ മലായിക. ആ മൃഗത്തിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന ഓരോ രക്തത്തുള്ളികൾക്കും അല്ലാഹു 10 മലക്കുകളെ സൃഷ്ടിക്കുമത്രേ. യസ്തഗ്ഫിറൂന ലഹു ഇലാ യൗമിൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാൾ വരെ അവര് വേണ്ടി പാപമോചനത്തിന് അർത്ഥിക്കുമേ മലക്കുകളെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം